ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഒരു 3 മിനിറ്റ് റീഡിംഗ് ആണ്. എൻ്റെ വ്യൂസിന് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്ന നന്മകൾ എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൽ നിന്നും ഉടൻ ലഭിക്കാൻ പോകുന്ന നന്മകൾ എന്തൊക്കെയാണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തൊക്കെ നന്മകളാണ് എൻ്റെ വ്യൂസിന് ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് കൂടെ നിൽക്കും. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പായിട്ട് വരുന്നത് തന്നെ യൂണിവേഴ്സാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യൂണിവേഴ്സാണ് ഇനി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വരുന്നത്. ഏത് കാര്യത്തിനും, ജോലിയിലായാലും റിലേഷൻഷിപ്പിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല പാർട്ട്ണർഷിപ്പായിട്ട് വരുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സ് തന്നെയാണ്. നിങ്ങൾ ഏത് ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ശക്തി നിങ്ങൾക്ക് കൈതരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾക്കൊരു ആത്മീയ ശക്തിയെ പകർന്നു നൽകാൻ പോകുന്നു. നിങ്ങളെ ഒരു ഗരുഡനെ പോലെ അല്ലെങ്കിൽ ഒരു പരുന്തിനെ പോലെ ഏറ്റവും ശക്തമേറിയ വ്യക്തിയാക്കി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ആത്മീയ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ, നിങ്ങളെ ഏറ്റവും ശക്തമാക്കി തീർക്കുവാൻ പോകുന്നു. നിറഞ്ഞൊഴുകുന്ന സന്തോഷം, സ്നേഹം, സാമ്പത്തികം നിങ്ങൾക്ക് നൽകാൻ പോകുന്നു. ഇനി നിങ്ങളുടെ ഫോക്കസ് ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശക്തി പ്രാപിക്കുക. യൂണിവേഴ്സിൽ നിന്നും ശക്തി നിങ്ങൾ നിറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ട് വന്നു ചേരും. എന്താണ് അത്? സ്നേഹമായാലും ശരി തന്നെ, സാമ്പത്തികമാണെങ്കിലും നിങ്ങൾക്ക് വന്നു ചേരും. ദൈവിക അനുഗ്രഹങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഡിവൈൻ പവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, ഇവിടെ ഈ ഒരു പറവയുടെ കയ്യിലിരിക്കുന്നത് ഒരു കോയിനാണ്, സാമ്പത്തികമാണ്. അത് നിങ്ങളുടെ കപ്പിലേക്കാണ് വന്നു ചേരാൻ പോകുന്നത്, നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഓക്കെ, ഈ കാണുന്ന ഇമോഷനാണ്, സ്നേഹമാണ്, അത് നിറഞ്ഞു കവിയുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ആ കൈ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ താങ്ങി നിർത്തുവാൻ യൂണിവേഴ്സാണ് ഇനി നിങ്ങൾക്ക് കൂട്ടായി വരുന്നത് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് 3 മിനിറ്റ് നിൽക്കുമെന്ന് തോന്നുന്നില്ല, കുറച്ചുകൂടി നീളും. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു, ക്ഷമിക്കുക. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത്, നിങ്ങളിപ്പോൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. ഇമോഷണൽ പരമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പരമായിട്ടും ഒക്കെ നിങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഓക്കെ, ഈ ഒരു മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നറിയാത്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ കാണുന്നവരും പോകുന്നവരും മുഴുവനും നിങ്ങളെ അതൂതും പറഞ്ഞിട്ട് പോകുന്നു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്നും നിങ്ങളെ കൊള്ളാത്ത ആൾക്കാരാണെന്നും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒരു ഉപയോഗമില്ലെന്നും നിങ്ങൾ ഇത്രയും നാൾ എന്ത് ചെയ്തെന്നും ഒക്കെ ചോദിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നു. ഇതേ ഇളകി മറിയുന്ന ആ തിര തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ ആരുമില്ലാത്ത രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്രകൃതി മുഴുവനും ശോഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇത്. നിങ്ങളുടെ മാനസിക അവസ്ഥയാണ്, നിങ്ങളിപ്പോൾ നേരിടുന്നതായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ മധ്യത്ത് നിങ്ങൾക്ക് ഒട്ടും വയ്യാതെ അല്ലെങ്കിൽ അനങ്ങാൻ വയ്യാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നതിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്ക് എന്ത് വരുന്നു? യൂണിവേഴ്സിൻ്റെ കൈത്താങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, ഇനി നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആകാൻ പോകുന്നത് ഈ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പായി നിങ്ങൾക്ക് കൈ തരുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ വരുന്നത് യൂണിവേഴ്സിൻ്റെ കൈയാണ്. ഓക്കെ, ആ കൈ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത്, നിങ്ങളോട് പറയുന്നു നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുന്ന വ്യക്തിയാകണം. ഓക്കെ, നിങ്ങളെ ഹീൽ ചെയ്യുക. ഇപ്പം എന്നിൽ നിന്ന് കേൾക്കുന്ന വാക്ക് അല്ലെങ്കിൽ മറ്റൊരു ടാരോ റീഡിൽ നിന്ന് കേൾക്കുന്ന വാക്ക്, അതുകൊണ്ട് നിങ്ങളെ ഹീൽ ചെയ്യുക. നിങ്ങളുടെ പവർ വേറൊരു വ്യക്തിയിലല്ല, നിങ്ങളുടെ പവർ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണമെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, യൂണിവേഴ്സ് ചിലപ്പോൾ എൻ്റെ ഈ വാക്കിലൂടെ ആയിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ കൂടി ആയിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പവർ വരട്ടെ. ഓക്കെ, എങ്കിൽ മാത്രമേ സണ്ണാണ് ഇവിടെ വന്നിരിക്കുന്നത്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉദിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയായിരിക്കട്ടെ. ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഈ കുതിരയുടെ മുകളിൽ ഇരുത്താൻ പറ്റുമോ? ഇല്ല. അപ്പം അത്രയ്ക്കും ആ ഇന്നർ പവറുള്ള ഒരു കുഞ്ഞായിട്ട് നിങ്ങൾ മാറണം. ഓക്കെ, അതിവേഗത്തിൽ നിങ്ങൾക്ക് എന്തിലും കുതിച്ച് പാഞ്ഞ് ഓടുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി മാറണം. മനക്കരുത്ത് വേണം. ഏത് പ്രതികൂല സാഹചര്യങ്ങളും അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതല്ല, ആ പ്രതികൂല സാഹചര്യങ്ങൾക്ക് എതിരായി എതിരായി നീങ്ങണം. ഓക്കെ, എതിരായിട്ട് നിങ്ങൾ
പോകുന്ന വ്യക്തിയായി മാറണം. അതിനെന്ത് വേണം? യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് വേണം, മെഡിറ്റേഷൻ വേണം. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് അധികം നോക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മൾ ഒരുപാട് നോക്കുന്നു. അപ്പോൾ ആ ദുഃഖങ്ങളൊക്കെ ഒരുപാട് നോക്കുമ്പോഴത്തേക്ക് അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. കരയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നോക്കുന്നെങ്കിൽ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, മൊബൈൽ നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നിങ്ങൾ സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചതിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് യൂണിവേഴ്സിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പവർ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ഓറയുടെ പവർ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. എന്തും അട്രാക്റ്റ് ചെയ്യുന്ന ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് പോലെ എന്തും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതോടുകൂടി നിങ്ങൾ പവറുള്ള ഒരു വ്യക്തിയാകും. നിങ്ങളുടെ പ്രതികൂല സാഹചര്യം, പൈസ ഇല്ലാത്തതാണോ അല്ലെങ്കിൽ മറ്റെന്ത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നേറുവാനുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് മുഴുവനും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളിൽ തന്നെ ആ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ കാണുക, നിങ്ങളുടെ ഗോളുകളെ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ബൗണ്ടറികളെ മാറ്റുക. എനിക്ക് പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അയ്യോ അതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നു. ചില വ്യക്തികൾ പറയുന്നു, അയ്യോ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ, എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി, പക്ഷേ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ബൗണ്ടറികൾ സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് വിജയിക്കാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ബൗണ്ടറികൾ നിങ്ങൾ എടുത്തു മാറ്റിയിട്ട് നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക. ലീഡർഷിപ്പ്, നിങ്ങളുടെ ഉള്ളിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. വേറെ ഒരാളും നിങ്ങൾക്കത് പ്രശംസിച്ച് നൽകുകയില്ല. നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് ഈ ബൗണ്ടറി എല്ലാം വലിച്ച് ദൂരെ കളയുക. ദൂരെ കളഞ്ഞതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകുക. നമ്മൾ ഒരു നല്ല ശക്തരായ വ്യക്തികൾ, ഓടി നടക്കുന്ന വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാകും. ഓക്കെ, എനിക്ക് വയ്യാത്തതാണ് എന്നൊരു തോന്നലുണ്ടാകും. എന്നാൽ നമുക്ക് മറ്റൊരു ഭാഗം ചിന്തിക്കുക. കൈയില്ലാത്ത വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ട വ്യക്തികളുണ്ട്. അവർ ഇന്നും അതിശക്തമായ രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്നു, അവർ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നു. എത്ര ശക്തിയായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാലും കയ്യും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് രോഗിയാണ് എന്ന് പറഞ്ഞ് പിറകോട്ട് നിൽക്കുന്ന വ്യക്തികൾ ആ ബൗണ്ടറി ഒന്ന് എടുത്തു മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം എന്താണോ അതിലേക്ക് പോകുന്നതിന് ശക്തി പ്രാപിക്കുക. ഓക്കെ, നിങ്ങൾ ഇന്ന് തന്നെ ചിന്തിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഓക്കെ ശരി, വീട്ടിലിരുന്ന് ഒരു ഉണ്ണിയപ്പം ചൂടാനെങ്കിൽ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് ആ ഉണ്ണിയപ്പം ചൂടാൻ ഞാൻ ഇന്ന് തയ്യാറാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ ബിസിനസ് ഉണ്ണിയപ്പത്തിലാണ്, എങ്കിൽ ശരി ഞാൻ ഇന്ന് ഉണ്ണിയപ്പം തന്നെ ഉണ്ടാക്കും എന്നുള്ളൊരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ഇവിടെ എലിമെൻറ്റ്സ് ആണ്. നിങ്ങളെ കാത്തുകൊള്ളുവാൻ ഇവിടെ ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഭൂമിയിലുണ്ട് ദൂതന്മാർ. ഓക്കെ, ഇവിടെ 4 എലിമെൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ 4 എലിമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വായു, വെള്ളം, അഗ്നി, ഭൂമി. ഓക്കെ, ഇത് 4ഉം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുന്ന എലിമെൻറ്റ്സ് ആണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എലിമെൻറ്റ്സ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ തളർന്നു പോയി, തോറ്റുപോയി നിങ്ങൾ നിൽക്കുന്നു, എനിക്ക് രോഗമാണ്. ഇവിടെ രോഗശാന്തിക്ക് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ ആളിനെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ശുദ്ധീകരണം നിങ്ങൾ കൊണ്ടുവരണം. എന്നെ മറ്റുള്ളവർ ചതിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യാത്തതാണ്, എന്നെ കൊണ്ട് പറ്റില്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ തോറ്റു നിൽക്കുന്ന വ്യക്തിയാകരുത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കേണ്ട വ്യക്തികളാകണം. ഇവിടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. ആ പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ അതിവേഗം മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ തോൽക്കരുത്. തോൽക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എലിമെൻസിനെ ഇറക്കിയിട്ടുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ജലത്തെ നിങ്ങൾ
നിങ്ങൾ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, നിങ്ങൾ അഗ്നിശുദ്ധി വരുത്തുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡാർക്കായി തോന്നിയ അല്ലെങ്കിൽ നെഗറ്റീവ് ക്ഷീണങ്ങൾ ഒരുപാട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളെ തന്നെ അഗ്നിയിൽ ഒഴിയുക. ഓക്കെ, ഇങ്ങനെ ഒരു തട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ സ്വയം കാണിക്കുക, നമ്മൾ തന്നെ നമ്മളെ ഒഴിയുക, ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഇങ്ങനെ ചുറ്റും ഒഴിഞ്ഞേക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വെള്ളത്തിൽ നിങ്ങൾ ശുദ്ധീകരിക്കുക, ആ വെള്ളത്തെ തൊട്ട് നിങ്ങൾ അനുഗ്രഹിക്കുക. ഈ വെള്ളം ശുദ്ധീകരിക്കട്ടെ, എന്നിലേക്ക് കടന്നു വരുമ്പോൾ എന്നിലുള്ള എല്ലാ രോഗങ്ങളും മാറട്ടെ. നിങ്ങളുടെ ദൈവം ഏതാണോ ആ ദൈവത്തിൻ്റെ പേരിൽ നിങ്ങൾ ആ വെള്ളത്തെ ശുദ്ധീകരിക്കുക. കുടിക്കുന്നതിന് മുമ്പ് ആ വെള്ളത്തെ ശുദ്ധീകരിക്കുക. ഈ വെള്ളം ഞാൻ കുടിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ, ഞാൻ ശുദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വിശ്വാസത്തിൽ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവലോങ് വിലോയുക. നിങ്ങളുടെ മൂക്കിൽ നിന്ന് ഒരു മൂക്കിൽ നിന്ന് ശ്വാസം വലിച്ചെടുക്കുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് ലെഫ്റ്റും റൈറ്റും ഉള്ള അതിലേക്ക് ഇങ്ങനെ വിടുക. അത് വിടാൻ അറിയാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഓക്സിജൻ വലിച്ചെടുക്കുക, അതിനുശേഷം കുറച്ച് നേരം ഹോൾഡ് ചെയ്യുക, പതുക്കെ വിടുക. ഓക്കെ, ഇത് രാവിലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉള്ളിലോട്ട് പോകുന്നത്. കാരണം വൃക്ഷങ്ങളൊന്നുമില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് കാരണം രാവിലെ വണ്ടികളൊക്കെ ഓടുന്നതിന് മുമ്പേ ആണെങ്കിൽ കുറച്ച് ഓക്സിജൻ കിട്ടിയെങ്കിലായി. ഓക്കെ, ഇല്ലാത്തതാണെങ്കിൽ എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം അടുത്തത്. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് പാർട്ട്ണർഷിപ്പ് വന്നിരിക്കുന്നു. കണക്ഷനാണ് പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സിൻ്റെ കണക്ഷനാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗ്രോത്താണ്. ആ ഗ്രോത്തിനെ തൊടാനാണ് യൂണിവേഴ്സ് വരുന്നത്. ഓക്കെ, സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കോൺഫ്ലിക്റ്റ് ഒന്ന് മാറ്റുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ചഞ്ചലപ്പെട്ടിരിക്കുന്നു, എന്നെ തകർക്കാൻ ആൾ നിൽക്കുന്നു, എനിക്ക് ഡബിൾ എനർജി വന്ന് നിൽക്കുന്നു എന്നുള്ള ചിന്തകളെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ തളർന്നു പോകാതെ മുന്നോട്ട് പോകുക. നിങ്ങൾക്കുള്ളതെല്ലാം ഇവിടെ ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ എലിമെൻറ്റിനെ അയച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ ഡബിൾ എനർജിയും എല്ലാം, ഈ കാണിക്കുന്ന ഡബിൾ എനർജി അല്ലേ, ഇവിടെ പോയി ഡബിൾ ഓക്കെ, ഈ ഡബിൾ എനർജി എല്ലാം നിങ്ങളെ വിട്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എലിമെൻറ്റിനെ അയച്ചിരിക്കുന്നത്. ഈ മെസ്സേജ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ശുദ്ധീകരണം തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, ഇപ്പം സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സമയം അനുകൂലമായി വന്നിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പോകുന്നു. യൂണിവേഴ്സാണ് ഇനി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഒരു 3 മിനിറ്റ് റീഡിങ് ആയിരുന്നു, ഇതൊരു 10 മിനിറ്റിലേക്ക് കടന്നു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.